ഞാൻ പറഞ്ഞു കിടക്കുന്നു അങ്ങോട്ട് പോകുമ്പോൾ വണ്ടി വാങ്ങിക്കോടാ ഇവിടെ ഇവിടെ ഓ എടാ വണ്ടിയേ ഓ അവിടെ പോണം ഞാൻ പറഞ്ഞുതരാം ചേട്ടാ നിങ്ങൾ എവിടെന്നാ? എന്റെ സ്ഥലം സ്വന്തം സ്ഥലം കൊട്ടാരക്കര ഉടനാവട്ടം. കൊട്ടാരക്കര അല്ലേ? എല്ലാ വർഷവും ഇവിടെ വന്നാണോ? എല്ലാ വർഷവും ആദ്യ വർഷം മുതൽ. അതല്ലേ. ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് പപ്പു എന്ന് പറയും. വത്സൽ ശ്രീവത്സൽ എന്നാ പേര്. ഞങ്ങളൊക്കെ പഴയ ഓട്ടക്കാരായിരുന്നു. ഓട്ടക്കാരല്ലേ? ഇപ്പം കാര്യങ്ങൾ ഓടാൻ വയ്യ, മോനൊക്കെ ഓടുന്നുണ്ട്. ബാക്കിയുള്ള സെറ്റപ്പ് അല്ല. എത്ര വർഷമായിട്ട് ഇവിടെ ഉണ്ട്? ഞാനിപ്പോൾ ആദ്യം തുടങ്ങി എല്ലാ വർഷവും മുതൽ. അതല്ലേ. എല്ലാ വർഷവും വന്നാന്നല്ലേ? എല്ലാ വർഷവും. അതല്ലേ. ഇത് പ്രത്യേകിച്ച് ഇതിനു വേണ്ടി തന്നെ വളർത്തുന്നതാണോ? തന്നെ വളർത്തുന്നതല്ലേ. അപ്പൊ ഇടയ്ക്ക് ഈ ഇതില്ലാത്ത സമയത്തോ? ഇല്ലാത്ത സമയത്ത് ക്യാപ്പിട്ട് നമ്മൾ ട്രയൽ ചെയ്യും. മറ്റുള്ള കാര്യങ്ങൾ വീട്ടിൽ നിർത്തി മറ്റുള്ള എല്ലാ സംരക്ഷണവും കൊടുക്കും. കാര്യം ഇതിന് പ്രത്യേക സംരക്ഷണമാണ് വേണമല്ലേ. എത്ര കാളയുണ്ട്? ഇപ്പം 4 കാളയുണ്ട്. 4 കാള. ഈ വന്നേക്കുന്ന 4 അല്ലേ? അതെന്റെ ഉടമസ്ഥനാണ് ജേക്കബ്. ആ വരുന്ന ആള് ഏതാ? മീശ. മീശ പുള്ളിയാണ്. അപ്പൊ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ 76-ൽ ഇറങ്ങിയാണ് മരം പിടുത്തം. 76-ലല്ലേ? പിന്നെ ഓട്ടമായിരുന്നു. ഇപ്പം പ്രായം 10-65 വയസ്സായി. അപ്പൊ ഓടാൻ പറ്റില്ല അല്ലേ? ഇല്ല. പിന്നെ എന്റെ മോൻ ഓടുന്നുണ്ട്, ശ്രീലാല്. അല്ലേ? പട്ടാർമിയാണ്. എൻ്റെ അറിയപ്പെടുന്ന നാമധേയം എന്ന് പറയുന്നത് മുഖത്തല ജേക്കബ് സാർ എന്നാണ്. ഏതാ? മുഖത്തല ജേക്കബ് സാർ എന്നാണ് എന്നെ അറിയപ്പെടുന്നത്. ഈ 4 കാള ചേട്ടൻ്റെ അല്ലേ? അതെ അതെ. ഞാൻ ഒരു 40 വർഷക്കാലം കേരളത്തിൽ, തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും വനവണ്ടി പോയി നടത്തുന്ന ഒരു ഏറ്റവും വലിയൊരു വനവണ്ടി അനൗൺസറും കൂടിയായിരുന്നു. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ച 2 പിള്ളേരെ ഒക്കെ ആണ് ഇതിലിട്ടത്. എൻ്റെ പേര് സ്വന്തം പേരിൽ കാളെ അടിക്കുമ്പോൾ എൻ്റെ പേരിലല്ല, എൻ്റെ കൊച്ചുമകൻ്റെ പേരിലാണ് അടിക്കുന്നതല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ജഡ്ജായിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് ഞാൻ മറ്റൊരു ചാൻസ് കൊടുത്തു. അവർ ഇങ്ങനെ നിൽക്കുന്നു. എപ്പോഴാണ് വന്നാട്ടെ? കാളെ ഇറക്കാൻ പോകുന്നു. ഇറങ്ങി നോക്കി
പാക്കടാ എന്തുവാണിത്? എവിടെയുണ്ട് ഞങ്ങളുടെ ഇവിടെ വന്നിട്ടുണ്ട്. വീഡിയോ
സമ്മാന വിതരണ ചടങ്ങ് ഇവിടെ ആരംഭിക്കുകയാണ്. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോൺസൺ കെ വർഗീസ് സമ്മാനദാനം നിർവഹിക്കുകയാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോൺസൺ കെ വർഗീസും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ നെവിൻ ജോർജും ചേർന്ന് സമ്മാന വിതരണം നടത്തപ്പെടുകയാണ്. സമ്മാനാർഹരായിട്ടുള്ള കാള ഉടമകൾ ഈ വേദിയിൽ എത്തിച്ചേരണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ പഞ്ചായത്തിലെ തന്നെ ഈ സംഘാടക സമിതിയുടെ പ്രധാനപ്പെട്ട ഒരാളാണ് രജിസ്ട്രാർ മുതുകലിലെ MPM സ്കൂളിലെ സ്പോർട്സ് അധ്യാപകൻ ശ്രീ ജോർജ് സാറുമാണ് ഇവിടെ മത്സരങ്ങൾ നിയന്ത്രിച്ചത്. കലാകലാവകാശ കമ്മിറ്റിയുടെ പേരിൽ പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഇവിടെ മത്സരം നിയന്ത്രിക്കുവാൻ ഇവിടെ എത്തിയ നിസാർ പത്തടി, അജീഷ് അടുപല, കാറ്റിൽ ആൻഡ് ഫാർമേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ഭാരവാഹികൾക്ക് കാക്കൂർ കാളകൾ ആഘോഷ കമ്മിറ്റിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ഒപ്പം കൊടിയടിച്ചത് വഹാബ് ഹുസൈൻ, അവരെയും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ ഈ മത്സരത്തിന് ഈ പരിപാടി കൂടി എത്തിച്ചേർന്ന, പ്രത്യേകിച്ച് കൊട്ടാരക്കര കൊല്ലംപ്രാമത്തിൽ നിന്ന് എത്തിച്ചേർന്ന മുഴുവൻ കാള ഉടമകൾക്കും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നിന്ന് എത്തിയ മുഴുവൻ കാള ഉടമകൾക്കും കാക്കൂർ കാളകൾ ആഘോഷ കമ്മിറ്റിയുടെ പേരിൽ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുകയാണ്.
ആദ്യം നൽകുന്നത് കയറട്ടടി. 3-ാം സ്ഥാനം ആദിദേവ് പാലാഴി ചിറക്കര. 3-ാം സ്ഥാനം 3-ാം സ്ഥാനം ആദിദേവ് പാലാഴി ചിറക്കര. കയറട്ടടി 3-ാം സ്ഥാനത്തേക്ക്. ചുരുങ്ങിയ പരിധിയിൽ നിന്ന് നടത്തിയ ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട അജിത് സാറിന്റെ ദോഷം ഞങ്ങൾ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അടുത്ത വർഷം അജിത് സാറേ, അടുത്ത വർഷം നമ്മൾ ഇതിലും ഭംഗിയായിട്ട് നമ്മൾ നടത്തും. അപ്പോൾ എല്ലാവരുടെയും സഹകരണം വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. 2-ാം സ്ഥാനം ശ്രീനദി ശ്രീനിലയം കുളക്കട 7.13. ഇദ്ദേഹം 92 മുതൽ കാകൂർകാളവയിൽ മരവടിക്ക് വരുന്ന ഒരാളാണ്. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരാളെന്നുള്ള രീതിയിൽ നമ്മൾ സമ്മാനം കൊടുത്തിട്ടുള്ള ആളാണ്. 1-ാം സമ്മേളനം ആദിദേവ് പാലാഴി ചിറക്കര ഫസ്റ്റ്. 3-ാം സ്ഥാനം കിട്ടിയ ആൾ തന്നെയാണ് 1-ാം സ്ഥാനം. 2 മിനിറ്റാണ് വന്നിട്ടുള്ളത്. 7.12 സെക്കൻഡിൽ ഓടിയെത്തി. ഈ സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് മനു തോൽക്കുന്നേൽ മണ്ണത്തൂർ. അടുത്തത് സ്പീഡ് റിസൾട്ട്. 3-ാം സമ്മാനം SR ഗ്രൂപ്പ് പോരേടം 7.19 സെക്കൻഡ്. SR ഗ്രൂപ്പ് 2-ാം സമ്മാനം ആദിദേവ് പാലാഴി ചിറക്കര. വലിയൊരു കൈ കൊടുക്കൂ. ആദിദേവ് അവിടെ തന്നെ തുടരുക. 1-ാം സമ്മാനവും ആദിദേവ് പാലാഴി ചിറക്കര തന്നെയാണ്. മൊത്തം 4 സമ്മാനങ്ങൾ നേടി കാക്കൂർക്കാളയിൽ ആഘോഷ കമ്മിറ്റിയുടെ പേരിലുള്ള കൃത്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ കാള 10-15 ദിവസമായിട്ട് സെറ്റ് ചെയ്ത് ഒരു മത്സരം, അതായത് കർഷകരുടെയും കൃഷിക്കാരുടെയും മറ്റുള്ള എല്ലാ ജനങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് നടത്തിയ കാക്കൂർ കാളവയലിൽ നമ്മുടെ കൊല്ലം ജില്ലയിൽ നിന്ന് എൻ്റെ കാള പങ്കെടുക്കുകയുണ്ടായി. സമ്മാനം എന്ന് പറയുന്നത് കയറ്റടി ഫസ്റ്റ്, 3rd, സ്പീഡ് ഫസ്റ്റ്, 2nd. ഞങ്ങളൊരു ടീമായിട്ട് 5 ജോഡി കാള വന്നു. ഞങ്ങൾക്ക് 5 ജോഡി കാളയ്ക്കുമായിരുന്നു ഇവിടെ ഏറ്റവും മത്സരം പ്രൈസ്. ഓക്കെ, ഞാൻ അവിടെ അനൗൺസ് ചെയ്യുന്ന കേട്ടു 92 തൊട്ട് ചേട്ടൻ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നു. അന്ന് ഏറ്റവും പ്രായം കുറഞ്ഞ ഇതിനുള്ള എന്തോ അവർ അവാർഡൊക്കെ തന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. എന്നാ ഈ മത്സരത്തെക്കുറിച്ചും തുടക്കത്തെക്കുറിച്ചും ഇപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ചും ചേട്ടന് പറയാനുള്ളത്? ഇപ്പോഴെന്ന് പറഞ്ഞാൽ മാറ്റം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ കൊച്ചുനാൾ മുതലേ നമ്മുടെ വീട്ടിൽ കാളയും കലപ്പയും കറ്റു കാര്യങ്ങളെല്ലാം ഉള്ളതായിരുന്നു. നമ്മൾ ഇതിനകത്തൊരു വാസനക്കാരനാണ് നമ്മളെല്ലാവരും. ഇതിനകത്തെന്ന് പറഞ്ഞാൽ ഊണും ഉറക്കും ഇല്ലെങ്കിൽ ശരി ഈ പരിപാടിക്ക് നമ്മൾ ആക്റ്റീവായിട്ട് ചെന്നിരിക്കും. പിന്നെ കാള കളിപ്പില്ല. പക്ഷേ ഒരു മോഡലിലൂടെ നായ മോഡലിലൂടെ ആയിരിക്കും ഒരു വർഷം വരെ നമ്മൾ കണ്ടുകൊണ്ടോട്ട് നിൽക്കുന്നത്. പിറ്റേ വർഷത്തേക്ക് വേറെ വിളിച്ചാലും പോകില്ല. ഇവർക്ക് എന്തെങ്കിലും കൊടുക്കുന്ന തീരുമാനം അറിയാതെ നമ്മൾ വേറെ പരിപാടിക്ക് പോകില്ല. പിന്നെ ജയിക്കുക എന്നുള്ള തീരുമാനമാണ്. ചിലപ്പോൾ ചിലതുണ്ടെങ്കിൽ ചിലപ്പോൾ 2ാം സമ്മാനമായിരിക്കും. എങ്കിലും നമ്മൾ മത്സരം വിടത്തില്ല. ഇതിന് വല്ല ജയിക്കാൻ അങ്ങനെ വല്ല ടെക്നിക്ക് വല്ലതും ഉണ്ടോ? ടെക്നിക്കലുണ്ട്, ഓരോരുത്തർക്കുള്ള രീതിയിലുള്ള ടെക്നിക്കൽ റിഹേഴ്സലുകളുണ്ട്. അതെ അല്ലേ? ഇവിടെ മത്സര ഗ്രൗണ്ടിൽ എന്തെങ്കിലും നമുക്ക് എന്തെങ്കിലും ടെക്നിക്ക് അങ്ങനെ എന്തെങ്കിലും ടെക്നിക്കലുണ്ട്? എന്തായിരുന്നു അതിന്റെ 1-2 പറയാമോ? അതെന്ന് പറഞ്ഞതിനെ കൊണ്ട് നമ്മൾ 6 പേരാണ് മൊത്തത്തിൽ ഒരു കാളെ സെറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഈ 6 പേർക്കുള്ള ഒരു ട്രക്കിംഗ് ഉണ്ട്. പറയാൻ പറ്റില്ല അല്ലേ? അത് ഞങ്ങൾക്ക് 6 പേർക്കും അറിയത്തുള്ളൂ. സീക്രട്ടായി പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെയാണ് നമ്മുടെ പരിപാടി. കാര്യം നമ്മളെന്ന് പറഞ്ഞാൽ ഞാനാണ് ഈ മരം പിടിക്കുന്നത്. നമ്മൾ വേണം ഈ 2 ഓട്ടക്കാരെയും കൂടെ നോക്കാൻ. നമുക്ക് എന്തെങ്കിലും നമ്മളെന്തൊക്കെ കയ്യിൽ നിന്ന് എന്തോലും അബദ്ധം പറ്റിക്കഴിഞ്ഞാൽ ഇവർ 2 പേരും പോകും. ഞാനത് കണ്ടായിരുന്നു. ചേട്ടൻ 2 പേരെ മാറി നോക്കുന്ന സൈഡിൽ നിന്ന് 2 പേരെ നമ്മൾ നോക്കണം. കാര്യം മറ്റവർ 3 പേര് വിട്ട് കഴിഞ്ഞാൽ പിന്നെ
അവർക്കുള്ളതിലല്ല. പിന്നെ ഈ 5 പേരുകളാണ് ഈ കാള നിയന്ത്രിച്ചിട്ട് പോകുന്നത്. അതെ അല്ലേ? മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന ഈ മരവള്ളി എന്തോലും ഒന്ന് പിടി വിട്ടുപോയ മരം പൊങ്ങും. ഇവര് ആള് അവരുടെ മരം പൊങ്ങി വന്നിട്ട് വീഴെന്ന് പറഞ്ഞാൽ ഇവർക്ക് തലയിൽ വന്ന് വീഴാൻ പറ്റും. എത്ര വയസ്സിലാണ് ഇത് ആദ്യമായിട്ട് പങ്കെടുത്തത്? ഞാനിവിടെ ഇവിടെ വരുന്നു 11ാമത്തെ വയസ്സിൽ വന്നു. 12ാമത്തെ വയസ്സിലാണ്. ഇപ്പൊ എത്ര വയസ്സായി? ഇപ്പം കണക്കൂട്ടി നോക്ക്. ഓക്കെ, അപ്പൊ ആദ്യം 92 തൊട്ടുണ്ടായ ഒരു ഇങ്ങനെ മാറ്റങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? അത് ആളുകൾ കൂടുതലാണോ കുറവാണോ എങ്ങനെ? ഇപ്പം ആൾക്കാർക്ക് കുറവാ, തീരെ കുറവാ. എന്ന് വെച്ചാൽ 2004 വരുമ്പോൾ പറഞ്ഞാൽ ഇവിടെ തിങ്ങിപ്പാർക്കുള്ള ജനങ്ങളായിരുന്നു. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മത്സരം ഒന്നേ ഉള്ളൂ ഇവിടെ. ഇപ്പൊ അന്ന് കാളകൾ കൂടുതലുണ്ടായിരുന്നു. 20 കോടി കാള 22 കോടി കാള ഇവിടെ ഒന്ന് മത്സരിക്കുമായിരുന്നു. പിന്നെ ഈ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ ഇത്രയും കഷ്ടപ്പെട്ട് വന്നിട്ട് അങ്ങനെ പുറത്തേക്ക് പോകുമ്പോൾ നമുക്കൊരു ചെറിയ ഒരു മനസ്സിന് ഒരു ചിലപ്പോൾ വിഷമം തോന്നാറുണ്ട്. ഇങ്ങനെ എന്റെ ലെവല് തെറ്റിയിട്ട് അങ്ങനെ പുറത്തേക്ക് പോകും. അതിലൊന്നും കുഴപ്പമില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രെയിനിങ്ങിന് ഇണക്കിരിക്കുവാണ്. അതെ അല്ലേ? ആണ്. പിന്നെ ഇത് ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ അഥവാ കാളെ തിരിക്കുകയോ മറിക്കുകയോ അല്ലാതെ അറേഞ്ച്മെന്റ് ആണെങ്കിലേ ഉള്ളൂ കാളെ തിരിഞ്ഞു പോകുന്നത്. പിന്നെ അവിടുത്തെ കൺട്രോളിങ്ങിലാണ് മൊത്തം. കാര്യം ഈ 6 പേർക്കുള്ള കൺട്രോളിലാണ് ഈ കാള വരുന്നത് തന്നെ. ഈ 6 പേര് നിൽക്കുന്ന ഒറ്റ മനസ്സായിരിക്കണം. കാള നമ്മൾ ഈ 6 പേര് മോലയാളിക്ക് യാതൊരു ബന്ധവുമില്ല കണ്ടമായിട്ട്. മോലയാളിക്ക് ഉള്ളി ഇങ്ങനെ കാളെ മേടിക്കുക വളർത്തുക നമ്മൾ. പക്ഷെ ഈ ട്രെയിനിങ്ങും കാര്യങ്ങളും ഇത്രയും പേർക്കുള്ളതായിട്ടുണ്ട്. നമ്മളെ കയ്യിൽ ആരെങ്കിലും കയ്യിൽ ഒരു പാകപ്പഴ വന്നാൽ ആ പാകപ്പഴ തന്നെ. അതിനകത്ത് വിട്ടുപോയിട്ട് കഥയില്ല. അന്നേരം പിന്നെ അത് ഈ കുറ്റം പറയണില്ല. ഈ 6 പേർക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനത്തിലാണ് കാള വിടുന്നത് തന്നെ. എങ്കിലും നിങ്ങൾ നിറഞ്ഞു നിന്നു. കാരണം ഫസ്റ്റ് സെക്കൻഡ് അല്ല, അത് നമുക്ക് ഓൾറെഡി അറിയാമല്ലോ നമ്മൾ മേടിക്കുമെന്നുള്ള കാര്യം. അത് ഓൾറെഡി നമ്മൾ റിവേഴ്സിൽ കിട്ടുമ്പോഴേ നമുക്കറിയാം. പോരായ്മ ഉണ്ടെങ്കിൽ അന്നേരം കാളെ മാറ്റിയിരിക്കും. ഇത്രയും മാറ്റിയിരിക്കും. ഇപ്പം നമുക്ക് ഒരു പടി കാളെ ഇപ്പോൾ ഈ കാളയെ ആ കാളയായിട്ട് ഒത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നേരം വേറെ കാളെ ചേർത്ത് വെക്കാം. എന്നിട്ട് ഞങ്ങൾ ട്രെയിനിങ് കൊടുക്കും. ഇതിന് വളർത്തുന്ന ഈ 1 വർഷത്തേക്ക് വളർത്തുന്നതിന്റെ എക്സ്പെൻസ് ഒക്കെ എങ്ങനെയാ? നമുക്ക് വേറെ പരിപാടിക്കൊന്നും പോവാതെ ഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കും? അല്ലല്ല, കൃഷിപ്പണിക്കും പിന്നെ അയ്യോ ചുമ്മാ നിന്ന് ചാപ്പാട് കൊടുത്തിട്ട് കഥയില്ല. ഇതിന് എക്സസൈസ് വേണ്ടേ? അതെ അല്ലേ? വേറെ പണിക്ക് എങ്ങനെ കണ്ടൊഴുകാനാണെങ്കിൽ കണ്ടൊഴുകാൻ പോകും. കണ്ടൊഴുകാൻ പോകും. പിന്നെ അല്ല അവിടെയൊക്കെ നടത്തിക്കും, നീന്തിക്കും. പിന്നെ നമ്മൾ തന്നെ ഇപ്പം തന്നെ ഇച്ചിരി നല്ല ആഹാരം കഴിച്ചിട്ട് ചുമ്മാ കിടന്നുറങ്ങി നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരുന്നുണ്ട്. ചേട്ടൻ്റെ പേരെന്നായിരുന്നു? എൻ്റെ പേര് അജയൻ. താങ്ക് യു ചേട്ടാ. ഞാനിപ്പോൾ നിൽക്കുന്നത് കാക്കൂർ കാളവയലിൽ ആണ്. ഇപ്പം 1ാം സമ്മാനം കിട്ടിയ ആളും 2ാം സമ്മാനം കിട്ടിയ ആളും 3ാം സമ്മാനം കിട്ടിയ ആളും നമ്മൾ കണ്ടു. ഇപ്പം ആ 1ാം സമ്മാനം കിട്ടിയ ആ കാളയടിക്കുന്ന ചേട്ടനാണ് പരിചയപ്പെട്ടത്. ആ ചേട്ടൻ 11 വയസ്സിൽ 92 ഇവിടെ വന്നു എന്നാണ് പറയുന്നത്. 11 വയസ്സിൽ ഇവിടെ വന്നു എന്നാണ് പറയുന്നത്. ഇപ്പോഴും ഏറ്റവും പ്രായം കൂടിയ ആളെന്നുള്ള രീതിയിൽ വീണ്ടും പുള്ളി താരമാവുകയാണ്. അതിന് കാള വളർത്തുന്നതിനെ കുറിച്ചും അതിൻ്റെ എക്സ്പെൻസിനെ കുറിച്ചും പിന്നെ അതിന് വരുന്ന ആ എഫേർട്ടിനെ കുറിച്ചും എല്ലാം ചേട്ടൻ പറഞ്ഞു.